അയ്യോ സങ്കടം വരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഇത്രയും ടേസ്റ്റ് ഉള്ളത്. Hello guys, welcome back to my YouTube channel. It's me Gopika Suresh. Today I'm gonna make chicken chintamani kolikes. ഇത് ഞാൻ ഒറ്റയ്ക്കല്ല ഉണ്ടാക്കുന്നത്, ഒറ്റയ്ക്കാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഹെൽപ്പിനായിട്ട് 2 അസിസ്റ്റൻസ് ഉണ്ട്. ഉണ്ടാക്കുന്നതൊക്കെ ഞാനാണ്, പക്ഷേ ഈ ക്ലീനിങ്ങും പരിപാടിക്കൊക്കെ വേണ്ടി ഞാൻ ആളെ നിർത്തിയിട്ടുണ്ട്. ദിസ് ഈസ് ഷഫ്താർ അലി. ഇവരിവിടെ ചിക്കൻ കഴുകിക്കൊണ്ടേക്കാണ്. എനിക്ക് കഴുകാൻ ഇഷ്ടമല്ല. കഴുകുമ്പോൾ ഒരു പിളി ആയതുകൊണ്ട് എനിക്കതെന്തോ മാതിരിയാണ്. അതുകൊണ്ട് ഞാൻ കഴുകാൻ ഒരാളെ വെച്ചിട്ടുണ്ട്. ഇനി വേറൊരാളും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അസിസ്റ്റൻ്റ് അമ്മ ഇവിടെ എന്താ ചെയ്യണേ? ഈ ചുവന്ന മുളകിൻ്റെ കുരു കളഞ്ഞ് മറ്റേ സെപ്പറേറ്റ് ആക്കി വെക്കണം. ഇങ്ങനെയൊക്കെയാണ് ചിന്താമണി കൊലക്കേസ് ഉണ്ടാക്കുന്നത്. പാൻ വെച്ചു, ചൂടാക്കിയിട്ടുണ്ട്. ഈ പാൻ മാറ്റാൻ വേണ്ടി ഒരു ചേട്ടൻ എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്. ആ ചേട്ടനോട് പുതിയ പാൻ വാങ്ങി തന്നിട്ട് കമൻറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ചൂടായ പാനിലേക്ക് നല്ലെണ്ണ ഒഴിക്കുന്നു. അങ്ങോട്ട് നല്ലെണ്ണ. വാവ്. പെരുംജീരകം ഇട്ടു നമ്മുടെ അസിസ്റ്റൻ്റ്. അമ്മ എൻ്റെ അടുത്ത് പറയാണ്ട് കറിവേപ്പില ഇട്ടു ഗൈസ്. അപ്പോൾ ഇത് പെരുംജീരകം ഇട്ട ശേഷം നമ്മൾ കറിവേപ്പില ഇടണം. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിടാം. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ടുണ്ട്. കാണുന്നില്ലേ ഗൈസ്? ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് എൻ്റെ അസിസ്റ്റൻ്റ് ഇട്ടത്. നന്നായിട്ട് വഴറ്റണം. നമുക്ക് മറ്റേ റെഡ് ചില്ലി കുരുമാറ്റി വെച്ചത് അതിലേക്ക് ഇട്ടതിന് ശേഷം ചെറിയുള്ളി ഞാൻ തൊലിച്ച് അരിഞ്ഞ് ചെറിയുള്ളി അതിലേക്ക് ഇടുക. നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ ഈ ഒരു സമയത്ത് നമുക്ക് ബോൺലെസ് ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം അങ്ങോട്ട്. കുറച്ചധികം മഞ്ഞൾപ്പൊടി നമുക്ക് ഇടണം. കുറച്ച് ചിന്താമണി കോഴി ഇതിൽ കിടന്നിങ്ങനെ ആവുന്നുണ്ട്. ചിന്താമണി എന്ന് പേരുള്ള ഒരു കോഴിനെയാണ് നമ്മൾ കറി വെച്ച് ചിന്താമണി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ആ പേരുണ്ടായത്. മൂടി എടുത്തപ്പോൾ ഇങ്ങനെ ഒരു ലുക്ക് വന്നു. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ടായിരുന്നു കേട്ടോ. വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഈ ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെയാണിത് സംഭവം. കറി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചപ്പാത്തിൻ്റെ പോട്ടെ ഞാൻ കഴിക്കുന്നത്. നല്ല മണമൊക്കെയുണ്ട് ഗൈസ്. അരെ വാ, നല്ല ടേസ്റ്റ് ഉണ്ട്. അയ്യോ സങ്കടം വരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഇത്രയും ടേസ്റ്റ് ഉള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എല്ലാവരുടെ റിയാക്ഷൻ ഞാൻ കാണിച്ചു തരാവേ ഇങ്ങനെ ഉണ്ടോയെന്നുള്ളത്. ചിക്കൻ ചിന്താമണി പൊളിച്ചു. എരിവുണ്ടല്ലേ? എരിവുണ്ട്. സംഭവം സക്സസ്സാ. സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? എരിവില്ലേ? എരിവ് ഉപ്പൊക്കെ കറക്റ്റാണ്. കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും. അത്ര ടേസ്റ്റ് ഉണ്ട് കഴിച്ചു. എപ്പോഴും ഒരേപോലെ ഉണ്ടാക്കേണ്ടത് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയതാണ് ഇന്നത്തെ ചിന്താമണി ചിക്കൻ. വിജയിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.